Good morning, ma'am. Good morning, all. Good morning, ma'am. Good morning, ma'am. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നമ്മൾ ഇന്ന് പുതിയൊരു ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. ചാപ്റ്ററിന്റെ നെയിം നോക്കാം, റേഡിയോളജി ആൻഡ് ഇമേജിംഗ് സർവീസ്. ചാപ്റ്റർ 6, റേഡിയോളജി ആൻഡ് ഇമേജിംഗ് സർവീസ്, അല്ലേ? അപ്പോ നമുക്ക് ജസ്റ്റ് എന്താണ് റേഡിയോളജി? നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു ടൈം ആയിരിക്കും റേഡിയോളജി. കേട്ടിട്ടുണ്ടോ എല്ലാവരും? ഒരു ഹോസ്പിറ്റലിൽ ഒരു സെക്ഷൻ തന്നെ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്, അല്ലെ? റേഡിയോളജി ഏതെല്ലാം സിറ്റുവേഷൻസിലാണ് റേഡിയോളജി ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ റേഡിയോളജി പ്രയോജനപ്പെടുത്തുന്നത് ഏതെല്ലാം സന്ദർഭങ്ങളിലാണ്? എല്ലാ അസുഖങ്ങൾക്കും നമ്മള് റേഡിയോളജി എന്ന് പറഞ്ഞൊരു ആ ഒരു ഡിപ്പാർട്ട്മെന്റിന് നമ്മള് അതിനൊരു പർപ്പസ് ഉണ്ടോ? അങ്ങനെയാണോ? അല്ലെങ്കിൽ ഒരു നിശ്ചിത അസുഖങ്ങൾക്കാണോ? നിങ്ങളുടെ അറിവില് ഏതെല്ലാം അസുഖങ്ങൾക്കാണ് കൂടുതലും റേഡിയോളജി ട്രീറ്റ്മെന്റ്സ് ചെയ്യുന്നത്? ഏതൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കി. ഒരു ഹോസ്പിറ്റൽ, ഓർത്തോ, ഓക്കെ. വേറെ ഏതൊക്കെയാണ് നമ്മൾ റേഡിയോളജിയിൽ ഉദ്ദേശിക്കുന്നത്? എന്താണ് ഒരു ചികിത്സ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? റേഡിയോളജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ അതിനെ കുറിച്ച് അറിയാം? കമന്റ് ചെയ്യാമോ? റേഡിയോളജി എന്നൊരു ടേമിനെ കുറിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങളുടെ അറിവിലുള്ളത്? അതൊന്ന് പറയാമോ? ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. തെറ്റിപ്പോണെങ്കിൽ തെറ്റിപ്പോയിക്കോട്ടെ, നമ്മളുടെ കുറച്ച് അറിവൊക്കെ ഉണ്ടാവില്ലേ? അറ്റ്ലീസ്റ്റ് എന്താണ് റേഡിയോളജി? ഇന്നൊരു ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന് അറിയാം. ഇമേജിംഗ് ആണ്, അല്ലെ? ഒരു എക്സ്റേ പോലത്തെ തന്നെ ഒരു ഇമേജിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. ക്യാൻസർ പേഷ്യൻസിൽ നമ്മൾ റേഡിയോളജി ഒക്കെ ചെയ്യാറുണ്ട്, അല്ലെ? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഉപയോഗിക്കുന്നു. ക്യാൻസേഴ്സിന് മാത്രമല്ല, നമ്മൾ ഈ ടിഷ്യൂസുകളെയൊക്കെ മനസ്സിലാക്കാനും എന്തെങ്കിലും രോഗങ്ങളൊക്കെ കണ്ടെത്താനും ഇമേജിംഗ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഉൾപ്പെടുത്തുന്ന ഒരു ടെക്നോളജിയാണ് റേഡിയോളജി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എന്തൊക്കെയോ അറിവ് നിങ്ങളിൽ എല്ലാവർക്കും ഉണ്ട്, അല്ലെ? ഒരു ഹോസ്പിറ്റലിലുള്ള ഒരു റേഡിയോളജി എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അല്ലെ? അപ്പോ അത് ഒരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് എന്ന് തന്നെ നമുക്ക് പറയാം ഹോസ്പിറ്റലിൽ. നമുക്ക് അതിന്റെ ഇൻട്രൊഡക്ഷൻ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. ഇൻട്രൊഡക്ഷൻ. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഈസ് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് എനി ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിലെ അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഇത് നമുക്കറിയാം, ചികിത്സയ്ക്ക് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് റേഡിയോളജി. Then radiology is regarded as a branch of medicine that deals with radiant energy in the diagnosis and treatment of diseases by using imaging technologies. Underline ചെയ്യാം. നിങ്ങളിപ്പോ വായിച്ച സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. Radiology is regarded as a branch of medicine that deals with radiant energy. റേഡിയോ വികിരണങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു റേഡിയോളജി എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ്സ് ചെയ്യുന്നത്. ദ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്. റേഡിയന്റ് എനർജി, റേഡിയോ വികിരണങ്ങൾ വഴിയാണ് നമ്മൾ ഡയഗ്നോസിസ് ചെയ്യുന്നത്, രോഗനിർണയം ചെയ്യുന്നതും അതുപോലെ തന്നെ അതിന്റെ ചികിത്സ ചെയ്യുന്നതും ബൈ യൂസിങ് ഇമേജിംഗ് ടെക്നോളജീസ്. ഇമേജുകൾ ഉപയോഗിച്ചുകൊണ്ട്, ഇമേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്റേ ഒക്കെ ചെയ്യുമ്പോൾ ഇമേജുകൾ ലഭിക്കാറില്ലേ? അതുപോലെയുള്ള ഒരു ഇമേജുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ റേഡിയോളജി ചെയ്യുന്നത്. അണ്ടർലൈൻ ചെയ്യാട്ടോ. അണ്ടർലൈൻ ചെയ്തോ? ആ ഒരു സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്. റേഡിയോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? റേഡിയോളജി ഈസ് റിഗാർഡഡ് ആസ് എ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ഡീൽസ് വിത്ത് റേഡിയന്റ് എനർജി. റേഡിയന്റ് എനർജി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ രോഗനിർണയവും അതുപോലെ തന്നെ
ട്രീറ്റ്മെന്റ്സുകളും ചെയ്യുന്നു. ബൈ ഇമേജിംഗ് ടെക്നോളജി ഇമേജസുകൾ കണ്ടുപിടിച്ച് അതിൽ നിന്നും രോഗം കണ്ടെത്തുന്നു, then അതിനുള്ള ട്രീറ്റ്മെന്റ്സുകൾ നൽകുന്നു. മെഡിക്കൽ ഇമേജിംഗ് is the visualization of body parts, tissues or organs for use in medical diagnosis, treatment and diseases monitoring. അല്ലെ നോക്കാം. അപ്പോ എന്താണ് പറയുന്നത്? മെഡിക്കൽ ഇമേജിംഗ് എന്നത് ഒരു മെഡിക്കൽ രോഗനിർണയം നടത്താനോ അല്ലെങ്കിൽ നമ്മുടെ ബോഡി പാർട്സിന്റെയോ ടിഷ്യൂസ് നമ്മുടെ ശരീരത്തിലുള്ള കലകളുടെയോ ഓർഗാൻസ് അല്ലെ നമ്മളുടെ ഓർഗൻസ് നമ്മളുടെ ശരീരത്തിലെ അവയവങ്ങളും എന്നിവയുടെ ഒരു ഇമേജസ് ഒരു ദൃശ്യവൽക്കരണമാണെന്ന് അതിലേക്ക് ഇമേജുകൾ കണ്ടുപിടിച്ച് അവിടത്തുള്ള രോഗനിർണയം എന്താണെന്നും അതിന്റെ ട്രീറ്റ്മെന്റ്സുമാണ് മെഡിക്കൽ ഇമേജിംഗ് ചെയ്യുന്നത്. അതായത് റേഡിയോളജി തന്നെ മെഡിക്കൽ ഇമേജിംഗ്. ഓക്കെ, അപ്പോ ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിച്ചു നോക്കാം, മനസ്സിലാക്കി വായിക്കാം. ദെൻ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നുള്ളൂ റേഡിയോളജിയെ കുറിച്ചിട്ടുള്ള ഡിഫറെന്റ് കാര്യങ്ങള് ജസ്റ്റ് ഒന്ന് വായിക്കാം. കുഞ്ഞി പാരഗ്രാഫ് മാത്രം. Chapter 6 Radiology and Imaging Services. വായിച്ചു നോക്കാം. ഇൻട്രൊഡക്ഷൻ പാർട്ട് വായിക്കാം കേട്ടോ. മനസ്സിലാക്കി വായിക്കാം കേട്ടോ. വായിക്കുമ്പോൾ നിങ്ങളൊന്ന് അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് വായിച്ചു പോവുക. വായിച്ചെല്ലാവരും ഇൻട്രൊഡക്ഷൻ. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഏകദേശം ഒരു റേഡിയോളജി എന്താണെന്നൊക്കെ ഒരു ചെറിയൊരു ഐഡിയ ഒക്കെ കിട്ടിയില്ലേ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നുള്ളൂ കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ആണ് നമുക്ക് ആദ്യം ഇൻട്രൊഡക്ഷൻ ഭാഗത്തിൽ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇനി നമ്മൾ പറയുന്നത് റേഡിയോളജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മൾ പറഞ്ഞു എക്സ്റേ, അൾട്രാസൗണ്ട്, CT സ്കാൻ എന്നുള്ള കാര്യങ്ങളാണ് ജസ്റ്റ് പറയുന്നത്. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇനി പറയുന്നത്. ഫസ്റ്റ് വൺ എക്സ്റേ. എക്സ്റേ നോക്കാം. എക്സ്റേ എന്ന് പറയുമ്പോൾ നമ്മൾ പല കാരണങ്ങൾ കൊണ്ടും എക്സ്റേ എടുക്കാറുണ്ട്. ഏതെല്ലാം സിറ്റുവേഷൻസിൽ വരുമ്പോഴാണ് നമ്മൾ എക്സ്റേ എടുക്കാനായിട്ട് ഡോക്ടർ പറയാറ്? ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് പേഷ്യന്റിന് എക്സ്റേ ആവശ്യമാണ് എന്ന് ഡോക്ടർ പറയുന്നത്? നമ്മള് പെയിൻ എന്തെങ്കിലും വരുമ്പോൾ, ദെൻ എന്തെങ്കിലും ഫ്രാക്ചർ ഒക്കെ സംഭവിക്കുമ്പോൾ, എന്തെങ്കിലും വീണോ മറ്റും പരിക്കുകളൊക്കെ പറ്റുമ്പോൾ, എല്ലിനൊക്കെ എന്തെങ്കിലും പൊട്ടലോ അല്ലെങ്കിൽ തീരുമാനോ ഒക്കെ ഉണ്ടോ എന്നൊക്കെ ടീത്ത് എക്സ്റേ ഉണ്ട്. ഓക്കെ, പല ടൈപ്പും നമുക്ക് എക്സ്റേയിലൂടെ നമുക്ക് എന്താണ് ലഭിക്കുന്നത്? ആ ഇമേജ് ആണ്, ആ ഒരു പാർട്ടിന്റെ ഇമേജ്. ഇപ്പോ എല്ലുകൾക്ക് ഒടിവുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രാക്ചർ ഉണ്ടോ എന്നൊക്കെ നമുക്ക് എക്സ്റേയിലൂടെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നു. എക്സ്റേ ഒരു വട്ടമെങ്കിലും എടുത്തിട്ടുള്ളവരായിരിക്കും ഈ കൂട്ടത്തില്ല ആണോ? എക്സ്റേ എടുത്തിട്ടുള്ളവരാണോ? എക്സ്റേ എടുക്കുമ്പോൾ പെയിൻ ഉണ്ടാവോ? വേദന എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവോ? എക്സ്റേ എടുക്കുമ്പോൾ എക്സ്റേ എടുക്കുമ്പോ പെയിൻ ഉണ്ടാവോ? ഇല്ലല്ലോ അല്ലെ? അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുള്ള ഒരു കാര്യമല്ല എന്ന് പറയാം അല്ലെ? നോക്കാം. ഇൻട്രൊഡക്ഷൻ പാർട്ട് ഇനി മനസ്സിലാവാത്തവരുണ്ടോ? തോന്നുന്നു ലേറ്റ് ആയിട്ട് ക്ലാസ്സിൽ കയറിയവരായിരിക്കും റിപ്പീറ്റ് മനസ്സിലായില്ല എന്ന് പറയുന്നത്. ആണോ? അങ്ങനെയുള്ളവരാണോ? റേഡിയോളജി എന്ന് പറഞ്ഞത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് മാത്രമാണ് പറഞ്ഞത്. അതായത് റേഡിയോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് റേഡിയന്റ് എനർജി, റേഡിയോ വികിരണങ്ങൾ വഴി നമ്മൾ രോഗത്തെ നിർണ്ണയിക്കുന്നതും അല്ലെങ്കിൽ ആ രോഗത്തിന് ട്രീറ്റ്മെന്റ്സ് ചെയ്യുന്നതുമാണ് ഒരു ഇമേജിംഗ് ടെക്നോളജിയാണ് റേഡിയോളജി എന്ന് പറയുന്നത്. ഇമേജസിലൂടെ, അതായത് നമ്മൾ എക്സ്റേ എടുക്കുന്ന ഇമേജിലാണ് ലഭിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഇമേജസിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നു? ആ രോഗത്തെ കണ്ടെത്താനും ആ രോഗത്തിനുള്ള ചികിത്സയും നൽകുന്നു. ദെൻ നമ്മൾ ഒരു ബോഡി പാർട്സിന്റെയോ ടിഷ്യൂസിന്റെയോ നമ്മുടെ ഓർഗൻസിന്റെയോ ഒരു പിക്ചറാണ് അവിടെ എടുക്കുന്നത്. ദെൻ നമുക്ക് എക്സ്പെഷ്യലി അറിയാം ക്യാൻസർ പേഷ്യൻസിനൊക്കെ നമ്മൾ ആ കലകൾ ഏതാണെന്ന് മനസ്സിലാക്കാനും മറ്റും എന്ത് ചെയ്യുന്നു? റേഡിയോളജിയും കാര്യങ്ങൾ ചെയ്യുന്നു. ദെൻ ഇനി നമ്മൾ പഠിക്കുന്നത് ഓരോ സെക്ഷനുകളെ കുറിച്ചാണ്. അപ്പൊ അതിൽ ഫസ്റ്റ് വൺ എക്സ്റേ ആണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എക്സ്റേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കാം. എക്സ്റേ ഇസ് എ റാപ്പിഡ് pain-free procedure that is done to create images of the structures within the body, particularly in the bones.
എന്താണ് പറയുന്നത്? എക്സ്റേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റാപ്പിഡ് ആയിട്ടുള്ള വേഗമേറിയ ഒരു പ്രൊസീജിയർ ആണ് അല്ലെ. അധികം ടൈം ഒന്നും എടുക്കില്ലല്ലോ എക്സ്റേ ചെയ്യാനായിട്ട്. സോ എക്സ്റേ ഈസ് റാപ്പിഡ്, ഒരു വേഗമേറിയ പ്രക്രിയയാണ്. അതുപോലെ തന്നെ പെയിൻ ഫ്രീ. വേദനയുണ്ടോ എക്സ്റേ എടുക്കുമ്പോൾ? വേദന അനുഭവപ്പെട്ടിട്ടുണ്ടോ ആർക്കെങ്കിലും എക്സ്റേ ചെയ്യുമ്പോൾ? വേദനയുണ്ടോ? നമുക്കൊരു ഇഞ്ചക്ഷൻ എടുക്കുന്ന ഒരു ഫീലിങ്സ് ഒന്നും ഇല്ലാലോ, വേദന ഒന്നും ഇല്ലാത്തൊരു പ്രൊസീജിയർ ആണ്. സോ എക്സ്റേ എന്ന് പറയുന്നത് ഒരു റാപ്പിഡ് ആണ്, ഒരു പെയിൻ ഫ്രീ പ്രൊസീജിയർ ആണ്. ഈസ് ഡൺ ടു ക്രിയേറ്റ് ഇമേജസ് ഓഫ് ദ സ്ട്രക്ചർ വിത്തിൻ ദ ബോഡി, പെക്യുലർലി ദ ബോൺസ് അല്ലെ. അതായത് ശരീരത്തിനുള്ളിലെ ഘടകങ്ങളുടെ, പെക്യുലർലി പ്രത്യേകിച്ച് എല്ലുകളുടെ ചിത്രങ്ങളാണ് എടുക്കുന്നത്. ബോൺസിനൊക്കെ ഫ്രാക്ചറുകളോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി നമ്മളുടെ വിത്തിൻ ദ ബോഡിയിലുള്ള എല്ലാ സ്ട്രക്ചറുകളും എടുക്കുന്നു. സ്പെഷ്യലി ബോൺസിന്റെയാണ് നമ്മൾ എടുക്കുന്നത് എക്സ്റേയിലൂടെ. ഓക്കെ, എക്സ്റേ ക്ലിയർ ആണോ? നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് എക്സ്റേയിൽ വരുന്നത്. ആണോ? ഓക്കെ ആണോ? നമ്മള് കൈയിന്റെ കാലോ എല്ലോ എന്തെങ്കിലും പഠിക്കുമ്പോൾ അപ്പൊ തന്നെ എക്സ്റേ എടുത്ത് നമ്മൾ നോക്കും. പെക്യുലർലി എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകമായിട്ട് ബോൺസിന്റെ. ഓക്കെ, നമ്മൾ എക്സ്പെഷ്യലി ഫോർ എന്ന് പറയില്ലേ, ആ ഒരു സെയിം മീനിങ് തന്നെയാണ് കേട്ടോ. അടുത്തത് നോക്കാം, അൾട്രാസൗണ്ട്. അൾട്രാസൗണ്ട് എന്താ? അൾട്രാസൗണ്ട് കേട്ടിട്ടുണ്ടോ? അൾട്രാസൗണ്ട് സ്കാനിങ് എന്ന് പറയും അല്ലേ? അങ്ങനെ കേട്ടിട്ടുണ്ടോ? അൾട്രാസൗണ്ട് സ്കാനിങ്. ഓക്കെ, ദെൻ എപ്പോഴാണ് അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യാറ്? ഏതെല്ലാം സിറ്റുവേഷൻസിലാണ്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? പ്രഗ്നൻസി ടൈമില് നമ്മള് അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യാറുണ്ട്. 5 monthsലോ അല്ലെങ്കിൽ 5 monthsലൊക്കെയാണ് അൾട്രാസൗണ്ട് സ്കാനിങ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. നോക്കാം, high frequency sound waves make images of soft tissues and internal organs. അല്ലെ, എന്താ അവിടെ പറയുന്നത്? ഉയർന്ന ആവൃത്തിയിലുള്ള ഹൈ ഫ്രീക്വൻസി ആണ്, ഉയർന്ന ആവൃത്തിയിലുള്ള ശബ്ദതരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യുന്നത്. ആൻഡ് ഇന്റേണൽ ഓർഗൻസ്, സോഫ്റ്റ് ടിഷ്യൂസും ഇന്റേണൽ ഓർഗൻസും നമ്മളുടെ ടിഷ്യൂകളെയും അതുപോലെ തന്നെ ആന്തരിക അവയവങ്ങൾ നമ്മുടെ ശരീരത്തിനുള്ളിലെ പ്രഗ്നൻസി ടൈമിലെ ഉള്ളിലെ ഗർഭസ്ഥ ശിശുവിന്റെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളിലുള്ള ചിത്രങ്ങളാണ്, ഇമേജസ് ആണ് നമ്മൾ അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെ ചെയ്യുന്നത്. നോൺ ഇൻവാസീവ് പ്രൊസീജിയർ സേഫ് ടു ഒബ്സർവ് ഫോയിറ്റസ്. എന്താ പറയുന്നത്? നോൺ ഇൻവാസീവ് വേദന ഒന്നും ഇല്ലാത്ത, ആക്രമണകരമല്ലാത്ത സ്കാനിങ് ചെയ്യുമ്പോൾ വല്ല ബുദ്ധിമുട്ട് തോന്നാറുണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഇറിറ്റേഷൻസും കാര്യങ്ങളൊന്നും വരാറില്ലല്ലോ. ഇതും ഒരു പെയിൻലെസ് തന്നെയാണെന്ന് പറയാം അല്ലെ. അങ്ങനെ ഒരു വേദനയോ കാര്യങ്ങളോ ഒന്നും വരാറില്ല. അപ്പൊ അതാണ് പറയുന്നത് നോൺ ഇൻവാസീവ്. വലിയ ആക്രമണകരമൊന്നുമില്ല, ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത, സർജറി പോലെ ഒന്നും അല്ലല്ലോ. സോ ഫോയിറ്റസ് എന്ന് വെച്ചാൽ എന്താണ്? മീൻസ് നമ്മുടെ ഭ്രൂണം, അതായത് ഗർഭപാത്രത്തിനുള്ളിലുള്ള ഭ്രൂണത്തെ നമ്മള് അതിന്റെ ഇമേജസ് ആണ് എടുക്കുന്നത്. Then foetus transmucous over skin with conducting gel. എന്താണ് പറയുന്നത്? അതായത് എങ്ങനെയാ അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യുന്നത് അറിയാമോ നിങ്ങൾക്ക്? എങ്ങനെയാ ചെയ്യുന്നത്? ഒരു ജെല്ലുണ്ട്. ഓക്കെ, then എങ്ങനെയാണ് അതിന്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? ഈ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തവരാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യൂ. അതിന്റെ പ്രോസസ്സ് ഒരു ഐഡിയ ഇല്ല. ഒരു ജെല്ല് പോലത്തെ ഒരു സംഭവം ഉണ്ട് അല്ലെ. അത് നമ്മളുടെ എന്താ പറയാ, നമ്മളുടെ ഒരു ജെല്ല് പോലത്തെ സംഭവം വയറിൽ ജെല്ല് പുരട്ടും അല്ലെ. ദെൻ അതൊന്ന് മൂവ് ചെയ്യിക്കുമ്പോഴാണ് നമ്മളുടെ കൃത്യമായിട്ടുള്ള ഒരു ഇമേജ് കിട്ടും അല്ലെ. കറക്റ്റ് ആ ഇമേജ് അവരുടെ ഒരു സിസ്റ്റം ഉണ്ടാവും. ഡോക്ടർ അത് ചെക്ക് ചെയ്യും ആ ഒരു സിസ്റ്റത്തില് അല്ലെ. ഡോക്ടർ എന്ത് ചെയ്യും? ആ ഇമേജസ് ചെക്ക് ചെയ്തിട്ടാണ് കുഞ്ഞിന്റെ വളർച്ചയും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെ. ഈ ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ഡ്യൂസർ ഓവർ സ്കിൻ വിത്ത് കണ്ടക്ടിങ് ജെല്ല് നമ്മുടെ വയറിന് മീതെ ഇങ്ങനെ പെരട്ടിയിട്ട് ജെല്ല് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യുന്നത്. സോ ട്രാൻസ്ഡ്യൂസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വികിരണമല്ല നമ്മൾ ഈ ജെല്ല് ചെയ്തിട്ട് ഉള്ളിലുള്ള ആ ഒരു ഇമേജ് നമുക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊരു ഇതിലോട്ട് നമുക്ക് അതിന്റെ ഇമേജസ് ഈ ജെല്ല് ഉപയോഗിച്ചുകൊണ്ട് ലഭിക്കുന്നു. അതായത് ഒരു ഊർജത്തെ മറ്റൊരു രീതിയിലേക്ക് മാറ്റാന്ന് അറിയില്ലേ. അതായത് ഉള്ളിലുള്ള ഭ്രൂണത്തിന്റെ പിക്ചറുകൾ, ഇമേജ് കൃത്യമായിട്ട് നമുക്ക് കമ്പ്യൂട്ടർ നമുക്ക് ചിലപ്പോൾ ക്ലിയർ ആവില്ല. ചിലപ്പോൾ അതിന്റെ പ്രിന്റിൽ ഫോട്ടോ ഒക്കെ ഉണ്ടാകും. നമുക്ക് അതിന്റെ റിസൾട്ട് വരുമ്പോ അതിന്റെ ഒരു കോപ്പി മീൻസ് കുഞ്ഞിന്റെ അനക്കങ്ങളോ എന്തെങ്കിലും ചലനങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു പിക്ചർ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും റിസൾട്ടില് ഇല്ലേ. ശ്രദ്ധിച്ചിട്ടുണ്ടോ?
അപ്പൊ അതാണ് ഇമേജിംഗ് ആണ് അത് അല്ലെ. അൾട്രാസൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത് പ്രഗ്നൻസി പീരീഡിൽ ഒരു 5 months സ്കാനിങ് ഒക്കെയാണ് അൾട്രാസൗണ്ട് കൂടുതലായിട്ടും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്റേണൽ ഓർഗൻസിന്റെ ആന്തരിക അവയവങ്ങളുടെ എന്തെങ്കിലും പ്രോബ്ലംസ് വന്നാലും നമ്മൾ അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യാറുണ്ട്. കോമൺലി കുറച്ചും കൂടി യൂസ്ഫുൾ ചെയ്യുന്നത് നമ്മൾ പ്രഗ്നൻസി ടൈമിലാണ് അൾട്രാസൗണ്ട് സ്കാനിങ് കൂടുതലും ഉപയോഗിച്ച് വരുന്നത്. ഓക്കെ, കുഞ്ഞിന്റെ ട്രാൻസ്ഡ്യൂസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, അതായത് ഇപ്പൊ നമ്മൾ ജെല്ല് വരട്ടിക്കൊണ്ട് അതിനെ നമ്മൾ മറ്റൊരു രൂപത്തിലോട്ട് കാണുകയാണ് അല്ലെ, അതിന്റെ ഇമേജിങ് കിട്ടുകയാണ്. അതായത് ഒരു ഊർജ്ജത്തെ മറ്റൊരു രീതിയിൽ നമ്മൾ കാണുന്നു. അതായത് എന്ത് ചെയ്യാം, തരംതിരിക്കുക എന്നല്ല, ഒരു ഊർജ്ജത്തെ നമ്മൾ ആ കുഞ്ഞിന്റെ കൃത്യമായിട്ടുള്ള ഒരു പിക്ചർ നമ്മൾ കണക്ട് ചെയ്തിട്ട് അപ്പൊ തന്നെ നമ്മുടെ സിസ്റ്റത്തിലോട്ട് കണക്ട് ചെയ്യുകയാണ്. അത് ആ ഒരു ഇതിനെ സ്വീകരിച്ചുകൊണ്ട് അത് മറ്റൊരു ഇമേജിങ് പോലെ നമുക്ക് കാണാൻ സാധിക്കുന്നു അല്ലെ. അതിനെ നമ്മൾ കൈമാറ്റം ചെയ്യപ്പെടുകയാണ് അല്ലെ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ എക്സ്റേ, അൾട്രാസൗണ്ട്, സ്കാനിങ് ഒന്ന് വായിച്ചു നോക്കാം. രണ്ടെണ്ണം ഒന്ന് വായിക്കാം കേട്ടോ. എക്സ്റേ വായിക്കാം, അൾട്രാസൗണ്ട് വായിക്കാം. പോയിറ്റസ് മീൻസ് ഭ്രൂണം. കുഞ്ഞില്ലേ നമ്മുടെ ഗർഭപാത്രത്തിനുള്ളിൽ ഭ്രൂണം എന്നല്ല നമ്മളൊക്കെ കുഞ്ഞിന്റെ ആ ഒരു വളർച്ചയെ വിളിക്കുന്നത്. ടിഷ്യൂസ് എന്ന് പറഞ്ഞാല് കലകള്, നമ്മുടെ ശരീരത്തിലെ കലകളില്ല, സ്കിന്നിലുള്ള കലകളും മറ്റും. പെക്യുലർലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പെക്യുലർലി ദ ബോൺസ്, അതായത് നമ്മൾ പറയില്ലേ എക്സ്പെഷ്യലി ദ ബോൺസ്, പ്രധാനമായിട്ടും എല്ലുകളെ. ഓക്കെ, നമ്മൾ എക്സ്പെഷ്യലി എന്നൊക്കെ പറയില്ലേ, ആ ഒരു മീനിങ് കേട്ടോ. മെയിൻലി എന്ത് വേണമെങ്കിലും വിളിക്കാം. കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചു രണ്ടെണ്ണം, എക്സ്റേ ആൻഡ് അൾട്രാസൗണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. CT സ്കാൻ. CT സ്കാൻ കേട്ടിട്ടുണ്ടോ നിങ്ങള്? CT സ്കാൻ എന്താ? CT സ്കാന്റെ ഫുൾ ഫോം എന്ന് അറിയാമോ? CT ഫുൾ ഫോം കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി സ്കാൻ എന്നാണ് അതിന്റെ പൂർണ്ണ രൂപം. സൈഡിൽ എഴുതി വെക്കാം, കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി. കമ്പ്യൂട്ടർ ടോമോഗ്രഫി എഴുതി വെക്കാം കേട്ടോ, സൈഡിൽ എഴുതി വെക്കാം. ഓക്കെ, കൊടുത്തിട്ടുണ്ട് അവിടെ. ഓക്കെ, എങ്കിലും സൈഡിൽ ഒന്ന് വേണമെങ്കിൽ ജസ്റ്റ് എഴുതി വെക്കാൻ നല്ലതായിരിക്കും കേട്ടോ. നമുക്ക് വായിക്കുമ്പോഴേ പെട്ടെന്നൊന്ന് നിങ്ങളൊന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൈഡിൽ എഴുതാൻ പറഞ്ഞത്. എഴുതിയിട്ടുണ്ട് അതില്, എങ്കിലും നമുക്ക് പെട്ടെന്നൊന്ന് നോക്കുമ്പോൾ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ചാപ്റ്റർ പഠിക്കാനായിട്ട് എടുക്കുമ്പോൾ CT എന്നുള്ളത് സൈഡിൽ മറ്റേ ഉള്ളിൽ നിന്ന് വായിക്കുന്നതിന് എളുപ്പമായിരിക്കുമല്ലോ കുറച്ചും കൂടി. നോക്കാം. A CT scan, known in the name as a computer tomography scan, underline ചെയ്തേക്കോ, computer tomography scan, makes of computer processed blend of many X-ray measurement from different angles to generate cross-sectional image of specific areas of an object, allow the user to see inside object without cutting. എന്താണ് പറയുന്നത്? CT scan ഏതെല്ലാം സിറ്റുവേഷൻസിലാണ് CT സ്കാൻ ആവശ്യമായി വരുന്നത്? CT സ്കാൻ ചെയ്യാന്നൊക്കെ പറയും അല്ലെ. എപ്പോഴൊക്കെയാണ് CT സ്കാൻ ചെയ്യുന്നത്? ചിലപ്പോൾ തലയ്ക്ക് എന്തെങ്കിലും പരിക്കൊക്കെ പറ്റുമ്പോഴോ അല്ലെ, ഇപ്പൊ എന്തെങ്കിലും വീഴ്ചകളോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും നമ്മളോട് CT സ്കാൻ ചെയ്യാൻ പറയും. അപ്പോ ഈ CT സ്കാൻ ഹെഡ് ഇഞ്ചുറി ഒക്കെ വരുമ്പോൾ, മേജർ ആക്സിഡൻസും ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഫിറ്റ്സ് വരുമ്പോഴും ഒക്കെ
നമ്മള് ഹെഡായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളോട് CT സ്കാൻ ചെയ്യാനായിട്ട് ഡോക്ടേഴ്സ് ആവശ്യപ്പെടാറുണ്ട്. അപ്പൊ എന്താണ് CT സ്കാൻ എന്ന് പറയുന്നത്? ആ പേരിന്റെ പോലെ തന്നെ കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാൻ അല്ലെ, കമ്പ്യൂട്ടറുമായിട്ട് സംയോജിപ്പിച്ചിട്ട് ഇപ്പൊ നമ്മള് എന്തെങ്കിലും ഫ്രാക്ചറുകളോ അങ്ങനെയുള്ള ബോൺസിന് എല്ലുകളുടെ പൊട്ടലുകളോ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നതാണ് നമ്മൾ CT സ്കാൻ ചെയ്യുമ്പോഴാണ് ഫ്രാക്ചറുകളും അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും എല്ലുകളുടെ പ്രശ്നങ്ങളോ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. Then X-ray measurement from different angles to generate cross-sectional image. നമ്മൾ എക്സ്റേ എന്ന് പറയുമ്പോൾ ഒറ്റ സെക്ഷനിൽ നിന്നാണ് ആ ഒരു നമ്മളുടെ ഓർഗൻസിന്റെ പിക്ചർ എടുക്കുന്നത് അല്ലെ. എക്സ്റേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇതിൽ നിന്നായിരിക്കും. പക്ഷെ CT സ്കാൻ ചെയ്യുമ്പോൾ ഡിഫറെന്റ് ആംഗിളിൽ നിന്നും വ്യത്യസ്ത കോണുകളിൽ നിന്നും എക്സ്റേ ചിത്രം ലഭിക്കുന്നു. അതായത് ഡിഫറെന്റ് ആയിട്ട് ഇപ്പോ നമുക്കിപ്പോ ഹെഡ് ഇഞ്ചുറി ആണെങ്കിൽ ഒരു സൈഡിൽ മാത്രമല്ല അത് പല ഡിഫറെന്റ് സൈഡിൽ നിന്നും അതിന്റെ ഒരു ഇമേജസ് എടുക്കും. അപ്പൊ നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടും എവിടെയാണ് എന്തെങ്കിലും പോരായ്മയുള്ളത് അല്ലെങ്കിൽ പ്രശ്നം എന്താണെന്ന പ്രോബ്ലം നമുക്ക് ക്ലിയർ ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. ഒരു ആംഗിളിൽ നിന്നല്ല ഡിഫറെന്റ് ആംഗിളിൽ നിന്നുമാണ് നമ്മൾ CT സ്കാൻ ചെയ്യുന്നത്. അപ്പൊ പല പല ഇമേജസുകൾ എടുക്കും. സോ എന്നിട്ട് എന്ത് ചെയ്യും, ഈ എല്ലാ ഇമേജസുകളും കൂടി വെച്ച് നോക്കിയിട്ടാണ് നമ്മള് ഉള്ളിലുള്ള എന്താണ് പ്രോബ്ലം എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. allowing the user to see inside the object without cutting അല്ലെ. അതായത് ഇപ്പൊ തലയെ നമ്മൾ കട്ടിങ് ഉദ്ദേശിച്ചത് കീറി മുറിക്കാതെ അവിടെ സർജറി ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ അതിന്റെ ഉള്ളിലുള്ള തലയ്ക്കുള്ളിലുള്ള പരിക്കിന് നമുക്ക് പല പല ഡിഫറെന്റ് ആംഗിൾസിൽ നിന്നും ഇമേജസുകൾ എടുക്കുന്നത് വഴി നമുക്ക് അവിടുത്തെ എന്താണോ പ്രശ്നം എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാതെ അതിനെ കീറി മുറിച്ച് പരിശോധിക്കുന്നത് വേണ്ട. ഡിഫറെന്റ് ആയിട്ടുള്ള ആംഗിളിൽ നിന്നും ഇമേജസുകൾ എടുക്കുന്നത് വഴി നമുക്ക് എല്ലുകൾക്ക് എന്തെങ്കിലും പൊട്ടലുകളുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ അവിടെ ഉണ്ടോ എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ടും CT സ്കാനിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഓക്കെ, കമ്പ്യൂട്ടർ ടോമോഗ്രഫി കമ്പ്യൂട്ടറുമായിട്ട് സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു സ്കാനിങ് പ്രോസസ് ആണ്. ദെൻ വ്യത്യസ്ത കോണുകളിൽ നിന്നും ഇമേജസുകൾ എടുത്തിട്ട് ആ ഇമേജസുകൾ വഴി വെച്ചിട്ടാണ് നമ്മൾ പൊട്ടലുകളോ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കുന്നത്. ഇത് നമ്മൾ ഒബ്ജക്റ്റിനെ കീറി മുറിക്കുന്നില്ല. ഒബ്ജക്റ്റ് വിത്തൗട്ട് കട്ടിങ്, നമ്മുടെ പരിക്ക് പറ്റിയ ആ ഒരു ഭാഗത്തിന് നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് പിക്ചറുകൾ എടുത്തിട്ട് അതിന്റെ ഇൻസൈഡിലുള്ള പിക്ചറുകൾ വ്യത്യസ്ത കോണുകളിൽ നിന്നും എടുത്തിട്ടാണ് നമ്മൾ അതിന്റെ കണ്ടുപിടിക്കുന്നത്. ഡയഗ്നോസിസ്, രോഗനിർണയം കണ്ടുപിടിക്കുന്നത്. ഓക്കെ, CT സ്കാൻ ക്ലിയർ ആണോ? CT സ്കാൻ ഇനി അടുത്തത് നമുക്ക് നോക്കാം. MRI കൂടി കഴിഞ്ഞിട്ട് ഒന്ന് വായിക്കാം കേട്ടോ. നെക്സ്റ്റ് വൺ MRI. എന്താ MRI? MRI ഒരു തരം MRI സ്കാനിങ് ആണ് അല്ലെ. MRI കേട്ടിട്ടുണ്ടോ? MRI ചെയ്യുന്നത് ഏത് സിറ്റുവേഷൻസിലാണ് കൂടുതലും? ഹെഡ് ഇഞ്ചുറിക്കൊക്കെ തന്നെയാണ് നമ്മള് MRI ചെയ്യുന്നത്. MRIയുടെ ഫുൾ ഫോം എന്താ? മാഗ്നറ്റിക് റിസോണൻസ് ഇമേജിങ്. അറിയില്ലാത്തവര് ഒന്ന് സൈഡിൽ എഴുതി വെക്കുക. കമന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആരോ. മാഗ്നറ്റിക് റിസോണൻസ് ഇമേജ് നോക്കാം. Strong magnetic field and radio waves are used to view structure and create three-dimensional images. അല്ലെ, മാഗ്നറ്റിക് ഫീൽഡും അതായത് എന്താണ് മാഗ്നറ്റിക്കും അതുപോലെ തന്നെ റേഡിയോ വേവ്സും ഉപയോഗിച്ചുകൊണ്ട് 3 ആയിട്ടുള്ള ഒരു ഇമേജസ് ആണ് നമുക്ക് MRI ചെയ്യുന്നതിലൂടെ ലഭിക്കുന്നത്. MRI പറയുന്നത് പോലെ മാഗ്നറ്റിക്കും ദെൻ റേഡിയോ രണ്ട് തരംഗങ്ങളും മാഗ്നറ്റിക് ഫീൽഡും അതുപോലെ തന്നെ എന്താണ് റേഡിയോ തരംഗങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഒരു 3 ഇമേജസ് ആണ് നമ്മൾ ആ ഒരു നമ്മളുടെ ഓർഗാനിസത്തിന്റെ നമ്മളുടെ ഒരു ഓർഗൻ ഏത് ഓർഗനാണോ ഇഞ്ചുറിയൊക്കെ വരുമ്പോഴാണ് കൂടുതലും MRI ചെയ്യുന്നത്. ദെൻ ബ്ലഡ് ക്ലോട്ട് ആവുന്ന സിറ്റുവേഷനും അങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് MRI സ്കാൻ ചെയ്യാൻ പറ്റും. സോ മാഗ്നറ്റിക്കും അതുപോലെ തന്നെ റേഡിയോ വേവ്സും ഉപയോഗിച്ചുകൊണ്ട് ഒരു 3 ഇമേജസ് ആണ് MRIയിലൂടെ ചെയ്യുന്നത്. CTയിൽ എങ്ങനെയാണ് പറഞ്ഞത്? ക്രോസ് സെക്ഷണൽ ഇമേജസ് ആണ്. കണ്ടോ, രണ്ടും മാറിപ്പോകരുതും. CT സ്കാനിൽ നമ്മൾ പറഞ്ഞു ക്രോസ് സെക്ഷണൽ ഇമേജസ് ആണ് എടുക്കുന്നത്. MRIയിലാണെങ്കിൽ 3 ഇമേജസ് ആണ്. 2 പോയിന്റ് അവിടെ കിട്ടിയോ? 2 പോയിന്റ്. CT സ്കാനില് ക്രോസ് സെക്ഷണൽ നിങ്ങൾ ഒരു ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കോഡ് പോലെ നോക്കി. C ആണ് അല്ലെ, ക്രോസ് സെക്ഷണൽ ഇമേജസ് ആണ്. MRIയില് 3 ഇമേജ് ആണ്. 3 ഓർത്തിരിക്കാനായിട്ട് ജസ്റ്റ് ഒരു കോഡ് പോലെ നോക്കാം. MRI
3 ലെറ്ററുകളല്ലേ ഉള്ളത്. 3 ഡയമെൻഷണൽ. ഓക്കെ, സിമ്പിൾ ആയില്ലേ പഠിക്കാൻ? നിങ്ങൾക്ക് മനസ്സിലാക്കുമെന്ന് എനിക്ക് അറിയില്ല എങ്കിലും ചെറിയൊരു കണക്ട് ചെയ്തിട്ടൊന്ന് പഠിക്കാം. ഓക്കെ, സിറ്റിയില് ക്രോസ് സെക്ഷണല് MRI 3 ലെറ്ററുകളാണ്. സോ 3 ഡയമെൻഷണൽ ഇമേജ്. ഓക്കെ, ഏതൊറക്കത്തിൽ ചോദിച്ചാലും പറയാൻ പറ്റണം. അതുകൊണ്ടാണ് അങ്ങനെ ഒന്നും കണക്ട് ചെയ്ത് പഠിക്കാൻ പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി മാറിപ്പോകരുത്. ഓക്കെ, then MRI നോക്കാം. Strong magnetic field and radio waves are used to view structure, create three-dimensional image, shows blood clot, blood clot damage, torn ligaments. Bone ആണ് കേട്ടോ, അത് bone ligaments ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. സ്പെല്ലിംഗ് എങ്ങനെയാണ് നടക്കുന്നത്? ടോൺ തന്നെയാണോ? ടോൺ മീൻസ് കീറിക്കളയുക എന്നൊക്കെ ഒരു മീനിങ് ആണ് കേട്ടോ. കീറൽ അല്ലെങ്കിൽ കീറുക എന്നൊക്കെ ഒരു മീനിങ് ആണ്. ഓക്കെ, ligaments and tendons. എന്താ tendons means? നോക്കാം. MRI എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മെയിൻ ആയിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് ശരീരത്തിലെ ആന്തരിക അവയവങ്ങൾ, ഇൻസൈഡിലുള്ള അല്ലെ, നമ്മളുടെ ഇൻസൈഡിലുള്ള എന്താണ്, ഇൻസൈഡ് ബോഡിയിലെ നമ്മളുടെ ശരീരത്തിനുള്ളിലുള്ള പ്രശ്നങ്ങള് അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ബ്ലഡ് കോൾസോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ MRI കൂടുതലും ചെയ്യുന്നത്. ദെൻ ഇതൊരു നമ്മൾക്ക് വേദനയില്ലാത്ത ഒരു പ്രോസസ്സ് തന്നെയാണ് അല്ലെ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മള് ഓൾറെഡി നമ്മള് സാധാ എക്സ്റേ ഒക്കെ ചെയ്യുന്നത് പോലത്തെ തന്നെ ഒരു പ്രൊസീജിയർ ആണ്. ദെൻ ടോൺ മീൻസ് കീറി മുറിക്കലോ അല്ലെങ്കിൽ ടെൻഡൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാഡി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും, ഇപ്പൊ തട്ടലോ അല്ലെങ്കിൽ നാഡികൾക്ക് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് MRI. ഇപ്പൊ ഭയങ്കര തലവേദനയൊക്കെ ആയിട്ടും അപ്പൊ ബ്രെയിൻ നാഡി സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാകുന്ന MRI ചെയ്യും. ഇപ്പൊ കൈവേദന വന്നു അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള അങ്ങനെയുള്ളൊരു എസ്പെഷ്യലി പെയിൻ ഒക്കെ വരുമ്പോഴും നമ്മൾ നാഡി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോന്ന് മനസ്സിലാക്കാനും വേണ്ടിയിട്ട് നമ്മൾ MRI ചെയ്യാറുണ്ട്. Then other soft tissues abnormality invasive. എന്താണ്, അതുപോലെ തന്നെ ഈ സോഫ്റ്റ് ടിഷ്യൂസ്, ചെറിയ ടിഷ്യൂസുകളുടെ അബ്നോർമാലിറ്റി, അതായത് സ്കിന്നിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി, നോർമൽ അല്ലാത്ത രീതിയിൽ എന്തെങ്കിലും ചേഞ്ചസുകളൊക്കെ കാണിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, MRI ചെയ്യാറുണ്ട് അല്ലെ. അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള സൈഡ് എഫക്ട്സുകളൊന്നും വലിയ രീതിയിലൊന്നും വരുന്നില്ല. എന്താണ്, ആന്തരിക ഘടകങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെയാണ് നമ്മുടെ MRI ചെയ്യുന്നത്. ദെൻ നമുക്ക് അതുപോലെ തന്നെ MRI ചെയ്യുന്നത് ക്യാൻസർ ട്രീറ്റ്മെന്റ്സ് ഒക്കെ തിരിച്ചറിയാനും അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡയഗ്നോസിസ് ഒക്കെ നടത്താനും നമുക്ക് ഈ MRI ഒക്കെ സാധിക്കാറുണ്ട്. അതുപോലെ തന്നെ തലച്ചോറ് അല്ലെങ്കിൽ നട്ടെല്ല്, ടെൻഡൻസ്, നാഡികള്, അതുപോലെ കഴുത്ത് എന്നിവയുടെ പരിശോധനയ്ക്കും നമുക്ക് എന്തുപയോഗിക്കാം, MRI സ്കാനിംഗ് ഒക്കെ ചെയ്യുന്നു. ഓക്കെ, അത് വായിച്ചു നോക്കാം. CT സ്കാനും MRI ഒന്ന് വായിക്കാം കേട്ടോ. ഇൻവാസീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ആക്രമണകരമല്ലാത്തത്, അതായത് ഇപ്പൊ സർജറി പോലെയോ അല്ലെങ്കിൽ ഭയങ്കര വേദനയുള്ളതോ അങ്ങനെയൊന്നും അല്ലാന്ന്. ഓക്കെ, നോൺ ഇൻവാസീവ് എന്നല്ലേ അവിടെ പറയുന്നത്. അതായത് പെയിൻലെസ് ആണല്ലോ, വേദന ഒന്നുമില്ല, വലിയ ആക്രമണങ്ങളും കാര്യങ്ങളൊന്നും വരുന്നില്ല.
ലിഗ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അസ്ഥികള്, ടോണസ് എന്ന് വെച്ചാൽ കീറി മുറിക്കാൻ അസ്ഥികളൊക്കെ എന്തെങ്കിലും മുറിവുകളോ അങ്ങനെ എന്തെങ്കിലും ഒടിവുകളോ ഒക്കെ ഉണ്ടെന്ന് തിരിച്ചറിയാനൊക്കെ നമുക്ക് MRI ചെയ്യുന്നതിലൂടെ സാധിക്കുന്നുണ്ട്. ഏതിലായിരുന്നു സ്പെല്ലിംഗ്? CT സ്കാനിലോ? ചിലപ്പോ എന്റെ കയ്യിലുള്ള PDF നിങ്ങളുടെ വ്യത്യാസമുണ്ട്. CT സ്കാൻ അല്ലെ, നോക്കട്ടെ കേട്ടോ. എക്സ്റേ മെഷർമെന്റ് ഒരു TAL വന്നിട്ടുണ്ട് അല്ലെ, മെഷർമെന്റ്. ഓക്കെ ഓക്കെ. എക്സ്റേ മെഷർമെന്റ് ഫ്രണ്ട് ആംഗിൾസ് അല്ലെ. TAL അവിടെ ആവശ്യം വരുന്നില്ല, അത് ജസ്റ്റ് ഒരു വിട്ടിയേക്ക്. TAL ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് ഒന്ന് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. അത് അടുത്ത ക്ലാസ്സിൽ ഒന്ന് നോക്കാം. അത് TAL ആവശ്യം അവിടെ വരുന്നില്ല, ടെക്സ്റ്റ് ബുക്ക് ഒന്ന് നോക്കിയിട്ട് ക്ലിയർ ചെയ്യാം കേട്ടോ. വായിക്കാം, കംപ്ലീറ്റ് ചെയ്യാട്ടോ വായിച്ച്. റേഡിയോളജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയോ? അതായത് നമുക്കറിയാം റേഡിയോ ആക്റ്റീവ് അല്ലെങ്കിൽ റേഡിയോ വികിരണങ്ങൾ വഴി അത് ഉപയോഗിച്ചുകൊണ്ട് എന്താണ് നമ്മള് നമ്മുടെ പിക്ചർ, ക്ലിയർ ആയിട്ടുള്ള അവയവങ്ങളുടെ പിക്ചർ എടുക്കുന്നതാണ് റേഡിയോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ മെഡിക്കൽ ഇമേജിംഗ് എന്ന് പറയുന്നതും നമ്മളിപ്പോ റേഡിയോളജി ചെയ്യുമ്പോൾ കിട്ടുന്ന ഇമേജുകളില്ലേ, ആ സെയിം ഇമേജിനെ തന്നെയാണ് നമ്മൾ മെഡിക്കൽ ഇമേജ് എന്ന് വിളിക്കുന്നത് അല്ലെ. അതായത് വേറെ പിക്ചറല്ലോ നമ്മള് ആരോഗ്യപരമായിട്ട് ചികിത്സാപരമായിട്ട് ഉപയോഗിക്കുന്നതിനായിട്ട് ഉള്ളത് കൊണ്ടാണ് അതിന് മെഡിക്കൽ ഇമേജസ് എന്ന് വിളിക്കുന്നത് അല്ലെ. ബോഡി പാർട്സിന്റെയോ അല്ലെങ്കിൽ ടിഷ്യൂസിന്റെയോ മറ്റു ഓർഗൻസിന്റെയോ എല്ലാം അതിനെ നമ്മൾ മെഡിക്കൽ ഇമേജ് എന്നാണ് വിളിക്കുന്നത്. അതായത് രണ്ടും തമ്മിൽ അങ്ങനെ വേറെ സെപ്പറേറ്റ് പ്രക്രിയയല്ല. മെഡിക്കൽ ഇമേജ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതുപോലെ ബോഡി പാർട്സ്, നമ്മളുടെ ശരീരത്തിലെ ടിഷ്യൂസുകളോ അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ്സിനും അതുപോലെ തന്നെ ഡയഗ്നോസിസിനും വേണ്ടിയിട്ടുള്ള ഇമേജുകൾ, അതിനെയാണ് മെഡിക്കൽ ഇമേജ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അല്ലാതെ അത് രണ്ട് ഡിഫറെന്റ് പാർട്ടല്ല. മെഡിക്കൽ ഡയഗ്നോസിസിനും ട്രീറ്റ്മെന്റിനും ഉപയോഗിക്കുന്നത്, അതിനുവേണ്ടി മോണിറ്റർ ചെയ്ത ആ പിക്ചറുകളെയാണ് നമ്മൾ മെഡിക്കൽ ഇമേജ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, ഇൻവാസീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ നോൺ ഇൻവാസീവ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, ആക്രമണകരമല്ലാത്തത്. അതായത് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാന്ന്, അതായത് വേദന ഒന്നും എടുക്കില്ലല്ലോ. നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ വല്ല ബുദ്ധിമുട്ടുണ്ടോ? നമ്മുടെ ശരീരത്തിൽ കീറി മുറിക്കുകയോ അല്ലെങ്കിൽ ഒരു സർജറി പോലെയൊന്നുമല്ല. അതായത് നോൺ ഇൻവാസീവ് ആക്രമണകരമല്ലാത്ത ഒരു പ്രൊസീജിയർ ആണെന്ന്. ഓക്കെ, നിങ്ങൾ അറിയാൻ പാടില്ലാത്ത വാക്കുകളുടെ മലയാളം നിങ്ങളുടെ ആ PDF തന്നെ നിങ്ങൾ എഴുതിയിട്ടോളൂ. അതിനൊരു കുഴപ്പമില്ലല്ലോ എഴുതണേന്. നാളെ നിങ്ങൾ വായിക്കുമ്പോ ചിലപ്പോ അതിന്റെ മീനിങ് കിട്ടൂല. അപ്പൊ നമുക്കറിയില്ലാത്ത വാക്കുകൾ വരുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാറുണ്ട്. അപ്പൊ അത് എന്ത് ചെയ്യാം, ഒന്ന് മലയാളത്തിൽ ഒരു പെയിന്റിംഗ് കൊണ്ടോ പെൻസിൽ കൊണ്ടോ ഒന്ന് എഴുതിയിടാം. ഓക്കെ, എഴുതുന്നത് കൊണ്ട് നമുക്ക് നഷ്ടമൊന്നും ഇല്ലല്ലോ, ജസ്റ്റ് എഴുതിയിടാം കേട്ടോ. അപ്പൊ നമുക്ക് വായിക്കുമ്പോൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ മലയാളം നോക്കി അങ്ങോട്ട് വായിച്ചു പോകാം. ഓക്കെ, then next നോക്കുകയാണ് കേട്ടോ, ക്ലാസിഫിക്കേഷൻ ഓഫ് റേഡിയോളജിക്കൽ വർക്ക്. ഇനി റേഡിയോളജിക്കൽ വർക്കിന് നമ്മൾ ഏതെല്ലാം രീതിയിൽ ക്ലാസിഫൈ ചെയ്യാവുന്നത്? റേഡിയോളജി ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3 ഡിഫറെന്റ് ഏരിയ. റേഡിയോളജിനെ നമുക്ക് 3 ഡിഫറെന്റ് ഏരിയ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാവുന്നത്. ഡയഗ്നോസ്റ്റിക് റേഡിയോളജി, ഇന്റർവെൻഷണൽ റേഡിയോളജി ആൻഡ് റേഡിയേഷൻ ഓങ്കോളജി. 3 വിഭാഗങ്ങളായിട്ടാണ് നമ്മൾ റേഡിയോളജിയെ പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് ഡയഗ്നോസ്റ്റിക് റേഡിയോളജി, then ഇന്റർവെൻഷണൽ റേഡിയോളജി, then റേഡിയേഷൻ ഓങ്കോളജി. എന്താ ഓങ്കോളജി? ഓങ്കോളജി എന്ന് വെച്ചാൽ ക്യാൻസറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്യാൻസറിന്റെ ആ ഒരു വാർഡ്, ഓങ്കോളജി വാർഡ് എന്നല്ല അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോ നമുക്കിനി ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ഡയഗ്നോസ്റ്റിക് റേഡിയോളജി. ഡയഗ്നോസ്റ്റിക് റേഡിയോളജി നോക്കാം.
Radiologists employ imaging techniques like X-ray, ultrasound, CT scan, and MRI scan to identify disorders throughout the body. എന്താണ് പറയുന്നത്? ഐഡന്റിഫൈ എന്നാണ് കേട്ടോ. അവിടെ സ്ക്രീനില് കുറച്ച് കറപ്ഷൻസ് ഉണ്ട്. ഐഡന്റിഫൈ എന്നാക്കാം കേട്ടോ. ഐഡന്റിഫൈ എന്നാണത്. Radiologists employ imaging techniques like X-ray, ultrasound, CT scan, and MRI scan to identify disorders throughout the body. അതായത് ശരീരത്തിനുള്ളിലെ വൈകല്യങ്ങൾ, ഡിസോർഡേഴ്സ്, നമ്മുടെ ശരീരത്തിനുള്ളിലെ വൈകല്യങ്ങൾ, ഡിസോർഡേഴ്സിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് റേഡിയോളജിസ്റ്റ് അല്ലെങ്കിൽ റേഡിയോളജിസ്റ്റ് എന്ത് ചെയ്യുന്നു? റേഡിയോളജിസ്റ്റ് എക്സ്റേയോ അല്ലെങ്കിൽ അൾട്രാസൗണ്ട് സ്കാനിങ്, CT സ്കാൻ, MRI സ്കാൻ തുടങ്ങിയ ഇമേജിംഗ് ടെക്നിക്സുകൾ ഉപയോഗിക്കുന്നു. അതിനെയാണ് നമ്മൾ ഡയഗ്നോസ്റ്റിക് റേഡിയോളജി എന്ന് വിളിക്കുന്നത്. അപ്പോ ഈ ഡയഗ്നോസ്റ്റിക് റേഡിയോളജിയിൽ ഉൾപ്പെടുന്നതാണ് എക്സ്റേ, CT സ്കാൻ, MRI തുടങ്ങിയത്. നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള വൈകല്യങ്ങളെ കണ്ടെത്താനായിട്ട് എക്സ്റേ വഴിയോ CT സ്കാൻ ചെയ്തോ MRI ചെയ്തോ നമ്മൾ മനസ്സിലാക്കുന്നു. അതായത് രോഗം നിർണ്ണയിക്കുന്നു, രോഗത്തിന് കണ്ടുപിടിക്കുന്നു. അതിനെയാണ് നമ്മൾ ഡയഗ്നോസ്റ്റിക് റേഡിയോളജി എന്ന് വിളിക്കുന്നത്. ആ ഒരു വാക്കിൽ തന്നെയുണ്ട്. ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ രോഗം നിർണ്ണയിക്കുക. അത് എന്തിലൂടെ നിർണ്ണയിക്കുന്നു? എക്സ്റേ ചെയ്യാം, CT സ്കാനിലൂടെയോ അല്ലെങ്കിൽ MRI സ്കാനിലൂടെയോ നമ്മൾ ആ രോഗത്തെ നിർണ്ണയിക്കുന്നു. അതാണ് ഡയഗ്നോസ്റ്റിക് റേഡിയോളജി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ജസ്റ്റ് ഇങ്ങനെ മനസ്സിലാക്കാന്ന്. എക്സ്റേ ചെയ്തിട്ടും CT സ്കാൻ വഴിയും MRI ചെയ്തുകൊണ്ടും നമുക്ക് വൈകല്യങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ. Then next one പറയുന്നത് ഇന്റർവെൻഷണൽ റേഡിയോളജി. എന്താ ഇന്റർവെൻഷണൽ റേഡിയോളജി എന്ന് പറയുന്നത്? നോക്കാം. Radiology that focuses on using minimally invasive interventional techniques, non-surgical treatments to diagnose and treat patients. This include interventional radiology എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ചെറിയ ഇൻവാസീവ് ഇന്റർവെൻഷണൽ ടെക്നിക്സ് ആണ്. അതായത് വളരെ ചെറിയൊരു ശരീര മുറിവുകളോ അങ്ങനെ ശരീരത്തിലുള്ള ചെറിയ മുറിവുകളോ അല്ലെങ്കിൽ ചെറിയൊരു ദ്വാരങ്ങളിലൂടെയൊക്കെയുള്ള ചികിത്സാ നടപടികൾ നടത്തുന്നത്. അതായത് നമ്മള് ചെറിയ കീഹോൾ എന്നൊക്കെ പറയൂലേ, അതുപോലെ തന്നെ ചെറിയൊരു മുറിവുകൾ ഉണ്ടാക്കിയിട്ടൊക്കെയാണ് നമ്മൾ അതിലൂടെ ട്രീറ്റ്മെന്റ്സ് ചെയ്യുന്നതാണ് ഇന്റർവെൻഷണൽ റേഡിയോളജി എന്ന് പറയുന്നത്. ഇനി അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ 4 എണ്ണമാണ്. ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. ഇന്റർവെൻഷണൽ റേഡിയോളജിയിൽ പറയുന്നതാണ് ഇമേജിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ബ്ലഡ് വെസൽസ്, ആൻജിയോഗ്രഫി. ആൻജിയോഗ്രഫി എന്ന് കേട്ടിട്ടുണ്ടോ? ആൻജിയോഗ്രഫി ആൻഡ് ആൻജിയോഗ്രാം കേട്ടിട്ടുണ്ടോ? 2 എണ്ണം ഉണ്ട്. ആൻജിയോഗ്രഫി ഉണ്ട്, ആൻജിയോഗ്രഫി, ആൻജിയോപ്ലാസ്റ്റി കേട്ടിട്ടുണ്ടോ? 2 എണ്ണം. രണ്ടും തമ്മിൽ ഡിഫറെന്റ് ആണ്. ഹാർട്ടുമായിട്ട് കാർഡിയാക്കായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ളതാണ്. അതില് ഫസ്റ്റ് വൺ പറയുന്നത് ആൻജിയോഗ്രഫി. എന്താ ആൻജിയോഗ്രഫി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമേജിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ബ്ലഡ് വെസൽസ് അല്ലെ. അതായത് എന്താണ് പറയുന്നത്? രക്തധമനികളുടെ പിക്ചർ എടുത്തുകൊണ്ട് നമ്മൾ അവിടെ എന്തെങ്കിലും ബ്ലോക്കുകൾ ഉണ്ടോ എന്നൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യുന്നതാണ്. ബ്ലോക്ക് കണ്ടെത്തുന്നതാണ് ആൻജിയോഗ്രഫി എന്ന് പറയുന്നത്. അപ്പോ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പ്ലാസ്റ്റി, ആ ബ്ലോക്കിനെ നീക്കം ചെയ്യുന്ന പ്രവർത്തനമാണ് ആൻജിയോപ്ലാസ്റ്റി. ഓക്കെ, ക്ലിയർ ആണോ? രണ്ടും. ആൻജിയോഗ്രഫി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ബ്ലോക്കിനെ കണ്ടെത്തുക, ബ്ലോക്ക് കണ്ടുപിടിക്കുക. എവിടെയാണ് ബ്ലോക്ക് എന്ന് കണ്ടുപിടിക്കുന്നതാണ് ആൻജിയോഗ്രഫി. ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കണ്ടെത്തിയ ബ്ലോക്കിനെ റിമൂവ് ചെയ്യും. ഓക്കെ, അപ്പോ ഫസ്റ്റ് വൺ പറയുന്നത് ഇമേജിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ബ്ലഡ് വെസൽസ്. അതാണ് ആൻജിയോഗ്രഫി അല്ലെ. രക്തധമനികളുടെ പിക്ചർ എടുത്തുകൊണ്ട് ബ്ലോക്ക് ഐഡന്റിഫൈ ചെയ്യാനാണ് നമ്മൾ ആൻജിയോഗ്രഫി ചെയ്യുന്നത്. ദെൻ രണ്ടാമത് പറയുന്നത് ബയോപ്സി പ്രൊസീജിയർ അല്ലെ. എന്താ ബയോപ്സി പ്രൊസീജിയർ? ബയോപ്സി ചെയ്യുന്നത് എപ്പോഴാണ്, ഏത് സാഹചര്യത്തിലാണ് ബയോപ്സിക്ക് അയച്ചതെന്നൊക്കെ പറയും അല്ലെ. മീൻസ് ക്യാൻസർ ടെസ്റ്റ് ആണ്. ഒരു ഡൗട്ട്സ് എന്തെങ്കിലും അതുമായിട്ട് എന്തെങ്കിലും, അതായത് എന്താ ക്യാൻസർ ടെസ്റ്റ് എന്ന് പറഞ്ഞാല് ട്യൂമറിൻ്റെതായിട്ടുള്ള ടിഷ്യൂകളൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബയോപ്സി ചെയ്യുന്നത്. ബയോപ്സി ടെസ്റ്റിനൊക്കെ അയക്കും അല്ലെ. ട്യൂമർ പോലെ എന്തെങ്കിലും സംശയാസ്പദമായിട്ടുള്ള കേസസുകൾ വരുമ്പോഴാണ് നമ്മൾ ബയോപ്സി ചെയ്യുന്നത്. മൂന്നാമത് നോക്കാം കാർഡിയാക് കത്തീഡ്രലൈസേഷൻ. എന്താ കാർഡിയാക് കത്തീഡ്രലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടോ?
കാർഡിയാക് എന്ന് പറയുമ്പോൾ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? കാർഡിയാക് ഹാർട്ടാണ് അല്ലെ. അപ്പോ കത്തീറ്ററൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കത്തീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം എന്ന് അറിയാമോ? കത്തീറ്റർ അതായത് നമ്മൾ ഈ ട്രീറ്റ്മെന്റ്സിന് വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന ഒരു ചെറിയൊരു ട്യൂബാണ്, ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് ഒരു ചെറിയൊരു ട്യൂബിനെ കത്തീറ്റർ എന്ന് വിളിക്കുന്നത്. അപ്പോ ഈ ട്യൂബ് ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രക്രിയ ആയതുകൊണ്ടാണ് കാർഡിയാക് കത്തീറ്ററൈസേഷൻ എന്ന് വിളിക്കുന്നത്. അതായത് മെയിൻ ആയിട്ട് കാർഡിയാക് കത്തീറ്ററൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ ഫങ്ഷൻസ് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് കാർഡിയാക് കത്തീറ്ററൈസേഷൻ. അപ്പോ നിങ്ങളൊരു കാര്യം ചെയ്യാം, കാർഡിയാക് കത്തീറ്ററൈസേഷൻ എഴുതി കഴിഞ്ഞാൽ സൈഡിൽ തന്നെ ഒന്ന് ബ്രാക്കറ്റിൽ എഴുതാ ഇവാലുവേറ്റ് ദ ഹാർട്ട് ഫങ്ഷൻസ്. ഒറ്റ വാക്കിൽ ഒന്ന് എഴുതിയിട്ടാൽ മതി, ഇവാലുവേറ്റ് ദ ഹാർട്ട് ഫങ്ഷൻസ്. നമ്മുടെ ഹൃദയത്തിന്റെ ഫങ്ഷൻസ് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു പ്രോസസ് ആണ് കാർഡിയാക് കത്തീറ്ററൈസേഷൻ. ഓക്കെ, അതിന്റെ ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും പഠിക്കാനില്ല, ജസ്റ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കണമല്ലോ. അപ്പൊ ഒന്ന് എഴുതി വെച്ചേക്ക് സൈഡില്. കാർഡിയാക് കത്തീറ്ററൈസേഷന്റെ സൈഡിൽ തന്നെ ഒന്ന് ബ്രാക്കറ്റിൽ എഴുതാ ഇവാലുവേറ്റ് ദ ഹാർട്ട് ഫങ്ഷൻസ്. ഇവാലുവേറ്റ് ഹാർട്ട് ഫങ്ഷൻസ്. ദെൻ ബയോപ്സിയുടെ സൈഡിലും ജസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഒരു വൺ വേർഡിൽ ഒന്ന് എഴുതിയിടാം കേട്ടോ. കാർഡിയാക് കത്തീറ്ററൈസേഷൻ എഴുതിയോ? ഇവാലുവേറ്റ് ഹാർട്ട് ഫങ്ഷൻ എഴുതിയോ എല്ലാവരും? ഓക്കെ. ദെൻ ബയോപ്സി പ്രൊസീജിയർ ഇല്ലേ, അതിന്റെ സൈഡിൽ നിങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് എഴുതിയിട്ടോളൂ. ഡിറ്റർമൈൻ ഇവിടെ കേട്ടോ, ബയോപ്സി പ്രൊസീജിയറിന്റെ സൈഡിൽ എഴുതാ ബ്രാക്കറ്റില്ല. ഡിറ്റർമിൻ whether the cells determine whether the cells comment ചെയ്യണോ? Determine whether the cells are കമന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, നോക്കി എഴുതാൻ, സ്പെല്ലിംഗ് തെറ്റാൻ പാടില്ല. ബയോപ്സി പ്രൊസീജിയർ ആണ്. ഡിറ്റർമിൻ വെദർ ദ സെൽസ് ആർ ക്യാൻസറസ്, ക്യാൻസർ സെല്ലുകളാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ബയോപ്സി പ്രൊസീജിയർ. ഓക്കെ, സ്പെല്ലിംഗ് നോക്കി എഴുതാട്ടോ. നമുക്ക് അതിന്റെ ഒരുപാട് ഡീറ്റെയിൽ ഒന്നും പഠിക്കാനില്ല, ജസ്റ്റ് പേരുകൾ മാത്രം കൊടുത്തിട്ടുള്ളൂ. എങ്കിലും നമ്മളൊന്ന് അറിഞ്ഞിരിക്കണമല്ലോ എന്താണെന്നുള്ളത്, അതുകൊണ്ടാണെന്ന് വൺ വേർഡിൽ എഴുതാൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? അപ്പോ കാർഡിയാക് കത്തീറ്ററൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കുന്ന ഒരു ടെസ്റ്റ് ആണത്. അപ്പൊ ഇത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, നിങ്ങളൊന്ന് കേട്ടിരിക്കുക, അതിന്റെ ഡീറ്റെയിൽ ഒന്നും നമുക്ക് വേണ്ട, എങ്കിലും ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. അതായത് ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് ട്യൂബ്, അതാണ് ഈ കത്തീറ്റർ എന്ന് പറയുന്നത്. ചെറിയ ട്യൂബാണ്, ഒരു പ്ലാസ്റ്റിക് ട്യൂബാണ്, അതിനെയാണ് നമ്മൾ കത്തീറ്റർ എന്ന് വിളിക്കുന്നത്. സോ ഈ ഒരു പ്ലാസ്റ്റിക് ട്യൂബ്, ചെറിയൊരു ട്യൂബ്, അതിനകത്ത് ഒരു നീഡിലുണ്ടാകും, ചെറിയൊരു നീഡിലുണ്ടാകും. അത് നമ്മളുടെ ബ്ലഡ് വെസലിൽ കൂടി, നമ്മുടെ ധമനികളിൽ കൂടി കടത്തിവിടും. ബ്ലഡ് വെസലിൽ കൂടി കടത്തി വിട്ടിട്ട് ആ കത്തീറ്റർ, ആ ട്യൂബ് പോകുന്നത് കമ്പ്യൂട്ടറിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളത് കമ്പ്യൂട്ടറിലൂടെ നമ്മളതിനെ മോണിറ്റർ ചെയ്യുന്നതാണ്. സോ അങ്ങനെ പോകുന്ന ആ ഒരു ടൈമിൽ എവിടെയൊക്കെയാണ് ബ്ലോക്ക് എന്നുള്ളത് നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ കറക്റ്റ് ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്, ബ്ലോക്കുകൾ കണ്ടെത്താനായിട്ട് സഹായിക്കുന്നു.
ഓക്കെ, നമ്മുടെ ഹാർട്ടിലെ എവിടെയൊക്കെയാണ് ബ്ലോക്ക് എന്നൊക്കെ കൃത്യമായിട്ട് അതിലൂടെ കാണാൻ സാധിക്കുന്നു. ഇതാണ് കാർഡിയാക് കത്തീറ്ററൈസേഷൻ എന്ന് വിളിക്കുന്നത്. കത്തീറ്റർ എന്ന് പറഞ്ഞാൽ ആ ഒരു ട്യൂബിനെയാണ് കത്തീറ്റർ എന്ന് വിളിക്കുന്നത്. മെയിൻ ആയിട്ട് പറയണമെങ്കിൽ ഹാർട്ടിന്റെ ഫംഗ്ഷൻ, ബ്ലോക്ക് ഉണ്ടോ, ശരിയായ രീതിയിലാണോ, ഫങ്ഷൻസ് നല്ല രീതിയിൽ ഹാർട്ടിന് നടക്കുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാനാണ് നമ്മൾ കാർഡിയാക് കത്തീറ്ററൈസേഷൻ ചെയ്യുന്നത്. ഓക്കെ, then നെക്സ്റ്റ് വൺ നോക്കാം, ആൻജിയോപ്ലാസ്റ്റി. എന്താ ആൻജിയോപ്ലാസ്റ്റി? നമ്മൾ നേരത്തെ പറഞ്ഞു ആൻജിയോഗ്രഫി എന്ന് പറഞ്ഞു അല്ലെ. ആൻജിയോഗ്രഫി എന്ന് പറഞ്ഞാല് നമ്മള് എന്താണ് ബ്ലഡ് വെസൽസിൽ എന്തെങ്കിലും ബ്ലോക്കുകൾ ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതാണ് ആൻജിയോഗ്രഫി. then ആൻജിയോപ്ലാസ്റ്റി ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ബലൂൺ ഡിലേഷൻ ഓഫ് ബ്ലഡ് വെസൽസ്. എന്താ ബലൂൺ ഡിലേഷൻ ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മുടെ റിമൂവ്, ബ്ലോക്കിനെ റിമൂവ് ചെയ്യുന്നതാണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. വേണമെങ്കിൽ നിങ്ങൾ അതിന്റെ ഒപ്പം സൈഡിൽ എഴുതിക്കോളൂ ടു റിമൂവ് ബ്ലോക്ക് എന്ന്, ടു റിമൂവ് ഹാർട്ട് ബ്ലോക്സ് എന്ന് എഴുതിക്കോളൂ. ആൻജിയോപ്ലാസ്റ്റി ബ്രാക്കറ്റില് ടു റിമൂവ് ഹാർട്ട് ബ്ലോക്സ്, ബ്ലോക്കുകളെ റിമൂവ് ചെയ്യുന്നു. ഓക്കെ, അതായത് നമ്മുടെ ഹൃദയത്തിന്റെ ധമനികളൊക്കെ തുറക്കുന്ന ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു പ്രക്രിയയാണ് എന്താ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ. കുറച്ച് മേജർ സർജറി എന്നൊക്കെ നമുക്ക് പറയാം അല്ലെ. അപ്പോ എന്താണ് ഹൃദയ ധമനികൾ ഓപ്പൺ ചെയ്തുകൊണ്ട് ഹൃദയത്തിലോട്ടുള്ള നമ്മുടെ രക്തയോട്ടമൊക്കെ പുനഃസ്ഥാപിച്ച് അല്ലെങ്കിൽ നമുക്ക് ഈ ബ്ലോക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ആ ബ്ലോക്കിലേക്ക് നീക്കം ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതായത് ഈ ബലൂൺസ് ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ട്യൂബ് കത്തീറ്റർ, ആ കത്തീറ്ററിന്റെ അറ്റത്ത് ഒരു ചെറിയൊരു ബലൂൺ പിടിച്ചിട്ടുണ്ടാകും. മെഡിക്കൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ബലൂണാണ്, ചെറിയൊരു ബലൂൺ ഉണ്ടാകും. ആ ബലൂൺ ഉപയോഗിച്ചിട്ട് നമ്മളെ രക്തധമനികളിൽ കൂടി ഈ ട്യൂബിനെ കടത്തിവിടുകയാണല്ലോ. സോ ആ തടസ്സമുള്ള സ്ഥലത്തെത്തുമ്പോൾ അത് എന്ത് ചെയ്യും, ആ ബലൂൺ ബ്ലോക്കിനെ കാണിക്കുന്ന ഏരിയ എത്തുമ്പോൾ ആ ബലൂണിനെ നമ്മൾ വീർപ്പിക്കും. അപ്പോ വീർപ്പിക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു ബ്ലോക്കിന്റെ ഒരു ഏരിയ കൃത്യമായിട്ട് നമുക്ക് ഒരു കാണാനായിട്ട് സാധിക്കുന്നത്. അത് വീർപ്പിച്ചു വരുമ്പോൾ അവിടുത്തെ ബ്ലോക്കുകളൊക്കെ മാറുന്നു. രക്തയോട്ടമൊക്കെ അവിടെ നല്ലപോലെ നോർമലി ബ്ലഡ് മൂവ് ചെയ്യുന്നത് പോലെ തന്നെ നല്ല രീതിയിൽ രക്തയോട്ടം പേഷ്യൻസിന് ലഭിക്കുന്നു. ബ്ലോക്ക് വന്ന ഏരിയ എത്തുമ്പോൾ എന്ത് ചെയ്യും, ഈ ബലൂൺസിനെ നമ്മൾ ഊതി വീർപ്പിക്കും. ആ ബലൂണിന് കത്തീറ്ററിന്റെ അറ്റത്തൊരു ബലൂൺ ഉണ്ട്. ദെൻ ആ ബലൂണിനെ ഊതി വീർപ്പിക്കുമ്പോൾ എന്ത് ചെയ്യും, ആ ഏരിയയിലുള്ള ബ്ലോക്ക് കൃത്യമായിട്ട് മാറി രക്തയോട്ടം പഴയതുപോലെ തന്നെ ആകും. ബ്ലോക്കൊക്കെ അവിടെ മാറിയിട്ട് ഓക്കെ ആകും. ഓക്കെ, ഇതാണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. നിങ്ങൾ ഇന്ന് തന്നെ പറ്റുകയാണെങ്കിൽ സമയം കിട്ടുന്നത് പോലെ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ഫോണില് അത് യൂട്യൂബിൽ ഒന്ന് അടിച്ചു കൊടുക്കുക. എന്തടിച്ചു കൊടുക്കുക? ആൻജിയോഗ്രഫി നോക്കുക, ആൻജിയോപ്ലാസ്റ്റി. കൃത്യമായിട്ടുള്ള വീഡിയോസ് കാര്യങ്ങൾ അതിൽ കാണിക്കുന്നുണ്ട്. എങ്ങനെയാണ് ജസ്റ്റ് പ്രോസസ് നിങ്ങളൊന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പൊ കുറച്ചും കൂടി നല്ലൊരു ക്ലാരിഫിക്കേഷനോട് കൂടി മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ഇതിന്റെ അത് ഒരുപാടൊന്നും പഠിക്കാനില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞുകൊണ്ട് ഒന്നും കൂടി ക്ലിയർ ആക്കി തന്നിട്ടുള്ളൂ. ഇനി കൂടുതലായിട്ട് അറിയണമെന്നുള്ളവര് ജസ്റ്റ് ഒന്ന് നോക്കാം, പറ്റുന്ന പോലെ. നമ്മളെപ്പോഴും ഫോൺ യൂസ് ചെയ്യുന്നവരല്ലേ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോ 4 കാര്യങ്ങളാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്: ഇമേജിംഗ് ട്രീറ്റ്മെന്റ്, ബയോപ്സി, കാർഡിയാക് കത്തീറ്ററൈസേഷൻ ആൻഡ് ആൻജിയോപ്ലാസ്റ്റി. ഓക്കെ, ദെൻ മൂന്നാമതായിട്ട് പറയുന്നത് റേഡിയേഷൻ ഓങ്കോളജി അല്ലെ. ഓങ്കോളജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ക്യാൻസർ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ആ ഒരു ഏരിയയാണ് നമ്മൾ ഓങ്കോളജി അല്ലെ. ക്യാൻസർ വാർഡ് ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് എന്നല്ല നമ്മൾ വിളിക്കാം. നോക്കാം, radiation oncology is used for performing radiation-based therapy on cancer patients. Cancer patients ആ ഒരു തെറാപ്പിയാണ് radiation oncology എന്ന് വിളിക്കുന്നത്. High energy radiation utilized in the treatment destroy cancer cells. ഹൈ എനർജി ആയിട്ടുള്ള റേഡിയേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ അവിടെ ചികിത്സ ചെയ്യുന്നത്. സോ ക്യാൻസർ സ്കിന്നുകളെ, അത് ഹൈ റേഡിയേഷൻ എനർജി ആയതുകൊണ്ട് തന്നെ ആ സ്കിന്നുകളെ, ക്യാൻസർ സെല്ലുകളെ നശിപ്പിച്ചു കളയുന്നു. ആൻഡ് പ്രിവെന്റ് ദം ഫ്രം proliferating റേഡിയേഷൻ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഇതാണ്. അതുകൊണ്ട് തന്നെ ഉയർന്ന വികിരണങ്ങൾ ഉപയോഗിച്ചിട്ട് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുകയും പ്രിവെന്റ് ചെയ്യുന്നു, അത് വീണ്ടും വരാതിരിക്കാനായിട്ടൊക്കെ അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോഫിലിക് അത് എന്താ വീണ്ടും വരാതെ നോക്കാന്നൊക്കെ പറയില്ലേ. ഇപ്പൊ നമ്മൾ കീമോ റേഡിയേഷൻ ഒക്കെ ചെയ്യുമ്പോൾ എന്താണ് പരമാവധി അത് വീണ്ടും വരാതിരിക്കാനായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് അത് അല്ലെ. ഇപ്പൊ നമുക്ക് ക്യാൻസർ വരുന്ന പേഷ്യൻസിനൊക്കെ നിങ്ങൾക്ക് അറിയാം, കീമോ ചെയ്യുന്നതും അല്ലെങ്കിൽ റേഡിയേഷൻ ഒക്കെ ചെയ്യുന്ന ഒരു പ്രക്രിയ ഉണ്ട്. അതായത് വീണ്ടും ഈ ക്യാൻസർ കോശങ്ങള് അപ്പോൾ ചിലവർക്ക് അത്
കൂടുതലും വരാൻ സാധ്യത കുറവാണ്. ചിലർക്ക് ചിലപ്പോൾ കൂടുതലായിട്ട് ഇപ്പൊ ക്യാൻസർ നിങ്ങൾക്ക് അറിയാലോ, ആ സെല്ലുകൾ അത് കൂടുതലായിട്ട് ഓരോ കോശങ്ങളെ അത് ബാധിക്കും എന്നാണ് പറയുന്നത് അല്ലെ. ഇപ്പൊ ഒരു അവയവത്തിൽ മാത്രമാണ് അല്ലെങ്കിൽ ഒരു കോശത്തിൽ മാത്രമാണെങ്കിലും പക്ഷെ അത് പല കോശങ്ങളെയും ബാധിക്കാറുണ്ട് അല്ലെ. ഓരോ സ്റ്റേജസുകളൊക്കെ ഉണ്ട് ക്യാൻസർ വരുമ്പോൾ അല്ലെ. ഫസ്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേജ് അല്ലെ. അതായത് വീണ്ടും ഉത്പാദിപ്പിക്കാതിരിക്കാനായിട്ട് പ്രിവെന്റ് ചെയ്യുന്നു. വീണ്ടും ഇങ്ങനെയുള്ള ഒരു കോശങ്ങൾ വളരാതിരിക്കാൻ എന്നാണ് പ്രോലിഫറേറ്റിംഗ് എന്ന് വെച്ചാൽ വീണ്ടും വരാണ്ടിരിക്കാൻ ഉള്ളൊരു മീനിങ് ആണ്. പുതിയ കോശങ്ങള് ക്യാൻസർ കോശങ്ങള് വീണ്ടും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രിവെന്റ് ചെയ്യുന്നു. Thus, this process can either regulate the problem or can cure entirely. അതായത് എന്താ പറയുന്നത്, വീണ്ടും നമുക്ക് ഇത് റെഗുലേറ്റ് ആയിട്ട് ഒരു ഇങ്ങനത്തെ ഒരു പ്രോബ്ലം വരാതിരിക്കാനായിട്ട്, ക്യൂർ എന്ന് പറഞ്ഞാൽ ഒരു രോഗശമനം എന്നുള്ള ഒരു മീനിങ് ആണ് അല്ലെ. രോഗശമനം, ഒരു രോഗശമനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു റേഡിയോളജി ചെയ്യുന്നത് ക്യാൻസർ പേഷ്യൻസിൽ. ഓക്കെ, വായിച്ചു നോക്കാമോ? ക്ലാസിഫിക്കേഷൻ ഓഫ് റേഡിയോളജിക്കൽ വർക്ക്. 3 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് പറയുന്നത്. ഡയഗ്നോസ്റ്റിക് റേഡിയോളജി, ഇന്റർവെൻഷണൽ റേഡിയോളജി, ദെൻ റേഡിയേഷൻ, റേഡിയോ ഓങ്കോളജി. ഇത് 3 നമ്മളിവിടെ പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. പ്രോലിഫറേറ്റിംഗ് എന്ന് വെച്ചാലേ വീണ്ടും മീൻസ് വീണ്ടും വരാതിരിക്കാന്ന് അറിയില്ലേ. പുതിയ ക്യാൻസർ കോശങ്ങൾ മീൻസ് എന്താ പറയാ, വീണ്ടും വരാതിരിക്കാന്ന്, പുതിയ കോശങ്ങൾ സൃഷ്ടിക്കപ്പെടാതിരിക്കാൻ പ്രിവെന്റ് ചെയ്യുന്നതിനെ തടയുന്നു. കംപ്ലീറ്റ് ചെയ്തു എല്ലാവരും? ഓക്കെ, അപ്പോ നമ്മൾ എന്നൊരു പുതിയൊരു ചാപ്റ്ററാണ് ഇത്ര എടുക്കുന്നുള്ളൂ. ഇനി അടുത്തത് ലൊക്കേഷൻ ആണ്. ലൊക്കേഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം അല്ലെ. ഒരുപാടായിട്ടുണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തൊരു ഏരിയ ആണ് റേഡിയേഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഒരുപാട് പഠിച്ചിട്ടുണ്ടെങ്കിലും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇത്രയും ഭാഗം എടുത്തിട്ടുള്ളൂ. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് മാത്രമാണ് നമ്മൾ എന്ന് പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോ റേഡിയോളജി ആൻഡ് ഇമേജിംഗ് സർവീസ് അല്ലെ. ആൻജിയോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻജിയോഗ്രാം ആൻജിയോഗ്രഫി ഒക്കെ സെയിം ആണ് കേട്ടോ. ആൻജിയോഗ്രഫി ആൻജിയോപ്ലാസ്റ്റി. ഓക്കെ, ബ്ലോക്ക് കണ്ടുപിടിക്കുന്ന ആ ഒരു ഇതിന് തന്നെയാണ് കേട്ടോ. നോക്കാം. അപ്പൊ നമ്മള് റേഡിയോളജിയിൽ പറഞ്ഞു എക്സ്റേ ഉണ്ട്, അൾട്രാസൗണ്ട്, CT സ്കാൻ, MRI തുടങ്ങിയ മെഡിക്കൽ ഇമേജസ് ആണ് ഇതിലൂടെയൊക്കെ നമുക്ക് ലഭിക്കുന്നത്. ദെൻ ഓരോന്നും CTയിലും MRI മാറിപ്പോകരുത് ഞാൻ പറഞ്ഞു. CT സ്കാനില് ക്രോസ് സെക്ഷണൽ ഇമേജസ് ആണ് എടുക്കുന്നത്. പക്ഷേ MRI ആവുമ്പോൾ അവിടെ മാഗ്നറ്റിക്കും അതുപോലെ തന്നെ റേഡിയോ വേവ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള 3 ഡയമെൻഷണൽ ഇമേജസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ദെൻ ഓക്കെ, 3 ഡയമെൻഷണൽ ഇമേജസുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നത് എന്ത് ചെയ്യാം, ഒന്ന് കണക്ട് ചെയ്തിട്ടൊക്കെ പഠിക്കാം. ദെൻ ക്ലാസിഫിക്കേഷൻസിൽ നമ്മൾ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഡയഗ്നോസ്റ്റിക് റേഡിയോളജി, ഇന്റർവെൻഷണൽ റേഡിയോളജിയും ദെൻ റേഡിയേഷൻ ഓങ്കോളജി. ദെൻ അതിലുള്ള ഡയഗ്നോസ്റ്റിക് റേഡിയോളജി നമ്മൾ പറഞ്ഞു ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡയഗ്നോസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്റേയോ അല്ലെങ്കിൽ CT സ്കാനോ MRI തുടങ്ങിയ പ്രൊസീജിയേഴ്സ് ഒക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം. ദെൻ നമ്മൾ ഇമേജിംഗ് ട്രീറ്റ്മെന്റ്സ്, ആൻജിയോഗ്രഫി എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് എവിടെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതാണ്.
ബയോപ്സി പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ക്യാൻസറിന്റെ നമ്മൾ ക്യാൻസർ സെൽസ് ഉണ്ടോ എന്ന് പരിശോധിക്കുകയാണ് അല്ലെ. കാർഡിയാക് കാറ്ററൈസേഷൻ എന്ന് പറഞ്ഞാൽ ഹാർട്ടിന്റെ ഇവാലുവേഷൻ ചെയ്യുന്നു. ദെൻ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലോക്കിനെ റിമൂവ് ചെയ്യുന്നു. ദെൻ റേഡിയേഷൻ ഓങ്കോളജി എന്ന് പറഞ്ഞാൽ ക്യാൻസർ പേഷ്യൻസിനാണ് നമ്മൾ റേഡിയേഷൻ ഓങ്കോളജി ഉപയോഗപ്പെടുത്തുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? എടുത്തത്രയും ഓക്കെയാണോ റേഡിയേഷൻ? ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് ലൊക്കേഷൻസും കാര്യങ്ങളൊക്കെയാണ് അടുത്തത്. ലൊക്കേഷൻസ് ചിലപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എടുത്താൽ, അതുകൊണ്ടാണ് ഞാൻ അടുത്ത ക്ലാസ്സിൽ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞത്. ലൊക്കേഷൻസും ഇനി ഫിസിക്കൽ ഫെസിലിറ്റീസും സ്പേസ്, എത്രത്തോളം സ്പേസ് വേണം, ദെൻ റേഡിയേഷൻ റിസ്കുകള്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നെക്സ്റ്റ് വരുന്നത്. അപ്പൊ നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, അപ്പോ എടുത്തത്രയും ക്ലിയർ ആയിട്ട് വായിച്ച് മനസ്സിലാക്കാം നിങ്ങൾ. ഓക്കെ, അടുത്ത ക്ലാസ് വരുമ്പോൾ അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. ഇനി വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് തോന്നുകയാണെങ്കിൽ ഒന്ന് അടയാളപ്പെടുത്തി വെക്കുക, നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു ഓൾ.